നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ കാർത്തിക. ഞാൻ പീഡിയാട്രിഷ്യനാണ്. സ്വസ്തി ഫൗണ്ടേഷനെ കുറിച്ച് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ക്യാൻസർ ഡിറ്റക്ഷനെ കുറിച്ചും അവയർനെസ്സിനെ കുറിച്ചും സ്വസ്തി ചെയ്യുന്ന ഇപ്പോഴത്തെ പ്രവൃത്തികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വളരെയേറെ അപ്രിസിയേഷൻ എല്ലായിടത്തു നിന്നും കൊടുത്തിട്ടുള്ള പരിപാടികളാണ്. ഇവിടെ ഇപ്പോൾ സ്വസ്തി നമുക്ക് തന്നിട്ടുള്ളത് ഡോക്ടർമാർക്ക് ജനങ്ങളുമായിട്ട് സംവദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഫോർ ദാറ്റ് സ്വസ്തിയോട് നമുക്ക് എല്ലാവർക്കും വളരെയേറെ നന്ദിയുണ്ട്. ആസ് എ പീഡിയാട്രിഷ്യൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ കുട്ടികളിൽ സാധാരണയായിട്ട് കാണുന്ന രോഗങ്ങൾ ജലദോഷം, ചുമ, പനി, ഛർദിൽ, വയറ്റിളക്കം, ചെസ്റ്റ് ഇൻഫെക്ഷൻ, ശ്വാസം മുട്ടൽ, വൈറൽ പനി, ഇതൊക്കെയാണ്. ഇതൊക്കെ സാധാരണ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിക്ക് വരുമ്പോൾ പൊതുവേ ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, പനി ഉണ്ടെങ്കിൽ കുട്ടിക്ക് അച്ഛൻ്റെ പാരസെറ്റമോൾ ഗുളികയുടെ 4/1 നമ്മൾ കൊടുക്കും. ചുമയ്ക്കാണെങ്കിൽ അപ്പൂപ്പന് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കഫ് സിറപ്പിൽ നിന്ന് ശകലം കൊടുക്കും. ജലദോഷം ഉണ്ടെങ്കിൽ ചേച്ചിയുടെ മരുന്നിൽ നിന്ന് ശകലം കൊടുക്കും. കാരണം നമ്മുടെയൊക്കെ ധാരണ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ വലിയ ആളിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്, ഒരു മിനി രൂപമാണെന്നാണ്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് സോ. അങ്ങനെയല്ല. കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഒരു കുട്ടി തന്നെ മറ്റൊരു കുട്ടിയിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമായിരിക്കും. കാരണം അവൻ്റെ അവയവങ്ങളുടെ വളർച്ച മറ്റൊരാളുടെ അവയവങ്ങളുടെ വളർച്ച പോലെ ആയിരിക്കില്ല. പലരുടെയും അവയവങ്ങൾ പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പം വലിയ ആൾക്കാർക്ക് കൊടുക്കുന്ന എല്ലാ മരുന്നുകളും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരു കുട്ടിക്ക് കൊടുക്കുന്ന മരുന്ന് തന്നെ അതേ അളവിലായിരിക്കില്ല മറ്റൊരു കുട്ടിക്ക് കൊടുക്കേണ്ടത്. എല്ലാ കുട്ടികൾക്കും ഒരേ മരുന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരവരുടെ ശരീരത്തിൻ്റെ വളർച്ചയെ ബേസ് ചെയ്ത്, അയാളുടെ പ്രായത്തിനെ ബേസ് ചെയ്ത്, തൂക്കത്തിനെ ബേസ് ചെയ്ത് അയാൾക്ക് കൊടുക്കുന്ന മരുന്നിനും അതിൻ്റെ അളവിലും വ്യത്യാസം വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ വീട്ടിൽ വെച്ച് ചികിത്സിക്കാതിരിക്കുക. ഒരു നേരം ഒരു പാരസെറ്റമോൾ കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് അവരെ ഡോക്ടറുടെ അടുത്ത് എത്തിച്ചിട്ട് ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം പറയുന്ന ചികിത്സ നമ്മൾ പിന്തുടരുന്നതായിരിക്കും നല്ലത്. വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കൊരു പനി വന്നാൽ, ജലദോഷം വന്നാൽ എനിക്ക് നെഞ്ചിടിപ്പ് കൂടുന്ന പോലെ തോന്നുന്നു, എനിക്ക് നെഞ്ച് വേദന എടുക്കുന്നു, എനിക്ക് തൊണ്ട വേദനിക്കുന്നു, ചെവി വേദനിക്കുന്നു, തല കറങ്ങുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ 6 മാസമായുള്ളൊരു കുട്ടി അല്ലെങ്കിൽ 2 വയസ്സായ കുട്ടി ഇതെങ്ങനെയാണ് നമ്മളോട് പറയുക? അവനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുറമേ കാണാൻ പറ്റുന്നത് പനിയും മൂക്കൊലിപ്പും കുറച്ച് പിണക്കവും കരച്ചിലുമാണ്. അപ്പോൾ ഒരു ഡോക്ടർക്കേ മനസ്സിലാവുള്ളൂ പരിശോധിച്ച് എന്താണ് ശരിക്കുള്ള കുഴപ്പം, എന്ത് ചികിത്സയാണ് വേണ്ടത്. അതുകൊണ്ട് ദയവായി നിങ്ങളുടെ കുട്ടികളെ വയ്യാതായാൽ വീട്ടിൽ വെച്ച് തനിയെ ചികിത്സിക്കാൻ ശ്രമിക്കരുത്. രണ്ടാമത് പറയാനുള്ളത്, നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. ഒരു അമ്മ കുട്ടിയെ കൊണ്ട് ആശുപത്രി വരുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാ അമ്മ പനിയായിട്ട് കുട്ടിയെ സ്കൂളിൽ വിട്ടത്, വയ്യാതിരിക്കുകയായിരുന്നില്ലേ? അത് ചോദിച്ചാൽ എന്താ തിരിച്ചു പറയുക സാധാരണ? അത് ഡോക്ടറെ വീട്ടിൽ ഇരുന്ന് അവൻ ഭയങ്കര ചാട്ടവും ബഹളവും കളിയും ഒക്കെയാണ്, വീട്ടിൽ ഇരുന്ന് അടങ്ങിയിരിക്കുകയില്ല. സ്കൂളിലാവുമ്പോൾ ടീച്ചറെ പേടിച്ച് അടങ്ങിയിരിക്കും, മരുന്നെല്ലാം കൃത്യമായി കഴിക്കും, ഭക്ഷണവും കഴിക്കും മറ്റു കുട്ടികളുള്ളപ്പോൾ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അത് ശരിയാണോ എന്ന്. നമുക്ക് വയ്യാണ്ടായാൽ നമ്മൾ വീട്ടിൽ റെസ്റ്റ് എടുക്കുമോ, ഓഫീസിൽ പോയി റെസ്റ്റ് എടുക്കുമോ? ഒരു ജോലിയും ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഓഫീസിൽ പോയി റെസ്റ്റ് എടുക്കാൻ തയ്യാറാവില്ല, ശരിയല്ലേ? അപ്പോൾ വീട്ടിലാണ് നമുക്ക് എല്ലാ പരിചരണവും കിട്ടുന്നത്. ഒരു കുഞ്ഞിന് വയ്യാണ്ടായാൽ അവൻ്റെ അമ്മയുടെ അല്ലെ അമ്മുമ്മയുടെ അല്ലെ അച്ഛൻ്റെ സാമീപ്യവും പരിചരണമാണ് അവന് വേണ്ടത്. അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. നിങ്ങളെക്കാൾ നന്നായി നിങ്ങളുടെ കുട്ടിയെ വേറൊരാൾക്കും നോക്കാൻ പറ്റില്ല. ഒരു ടീച്ചറിനും ഒരു അമ്മ നോക്കുന്ന പോലെ കുട്ടിയെ നോക്കാൻ പറ്റില്ല. അപ്പോൾ വയ്യാതാവുമ്പോൾ ദയവ് ചെയ്ത് കുട്ടിയെ സ്കൂളിൽ പറഞ്ഞു വിടരുത്. വീട്ടിലിരുത്തി അവന് വേണ്ട പരിചരണം മരുന്നുകളും ഒക്കെ കൊടുക്കുകയാണ് വേണ്ടത്. മാത്രമല്ല, നമ്മുടെ കുട്ടിക്ക് വയ്യാതായി നമ്മൾ സ്കൂളിൽ പറഞ്ഞു വിട്ടാൽ വേറെ 4 കുട്ടികൾക്ക് കൂടി അസുഖം വരാനുള്ളൊരു അവസരമല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്? അത് ശരിയല്ലല്ലോ. അത് മറ്റു കുട്ടികൾക്ക് അസുഖം നമ്മുടെ കുട്ടി കാരണം ഉണ്ടാവാൻ പാടില്ല. മൂന്നാമത് പറയാനുള്ള സംഗതി, ഏത് രോഗം വന്നാലും അത് ചികിത്സിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ആ രോഗം വരാതെ നോക്കുക എന്നുള്ളത്. അതാണ് ഏറ്റവും ഇഫക്റ്റീവ്. രോഗം വരാതെ നോക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്, രോഗം വന്നിട്ട് ചികിത്സിക്കാൻ ഓടുന്നതിനേക്കാളും. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങളുടെ കുട്ടിയെ പ്രസവിക്കുമ്പോൾ ആശുപത്രിയിൽ നിന്ന് തരുന്ന ഒരു കാർഡ് ഉണ്ടാവും, ഇമ്മ്യൂണൈസേഷൻ കാർഡ്. അത് നോക്കിയല്ലേ നിങ്ങൾ സ്ഥിരം കാണുന്ന ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ച് എല്ലാ പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുക്കേണ്ട സമയത്ത് കൃത്യമായി കൊടുക്കുക. സോ ദാറ്റ് വലിയ ദുരന്തങ്ങളും രോഗങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. Thank you.